നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പരിയാരത്ത് 11 വയസ്സുകാരിയെ നിരന്തരം പീഡിപ്പിച്ച റിട്ടയർഡ് എസ്ഐ പോക്സോ കേസിൽ അറസ്റ്റിൽ. പിടിയിലായത് പയ്യാരം കാപ്പുങ്ങലിലെ ഗോപിനാഥൻ. ചമ്പാട് അരിയാക്കോലിൽ കോഴി വളർത്തൽ കേന്ദ്രത്തിൽ തെരുവുനായ ആക്രമം. 100ഓളം നാടൻ കോഴികളെ കൊന്നു. 1.5 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം. നിർമ്മാണത്തിലിരിക്കുന്ന വീടുകൾ, സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഇലക്ട്രിക്കൽ വയർ ഉൾപ്പെടെ മോഷ്ടിക്കുന്ന സംഘം സജീവമാകുന്നു. ന്യൂമാഹി പാലത്തിന് സമീപം 3 കവർച്ച. UDF-ന് വോട്ട് ചെയ്ത മഹാഭൂരിപക്ഷത്തെയും നിരാശയിലാക്കുന്നതാണ് സർക്കാരിന്റെ ആദ്യ നടപടികളെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് പറഞ്ഞു. DYFI കണ്ണൂർ ജില്ലാ സമ്മേളനം സമാപിച്ചു. വാർത്തകൾ വിശദമായി. 11 വയസ്സുകാരിയെ നിരന്തരം പീഡിപ്പിച്ച റിട്ടയർഡ് എസ്ഐ പോക്സോ കേസിൽ അറസ്റ്റിൽ. പരിയാരം കാപ്പുങ്ങലിലെ ഗോപിനാഥനെയാണ് പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം വീട്ടിൽ വെച്ചായിരുന്നു സംഭവം. പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ തളിപ്പറമ്പ് കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു. തലശ്ശേരിയിൽ സംഗമം മേൽപ്പാലത്തിൽ ബസ്സും കാറും കൂട്ടിയിടിച്ചു. ഇതേ തുടർന്ന് പാലത്തിൽ ഗതാഗതം സ്തംഭിച്ചു. വ്യാഴാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം. തലശ്ശേരി സംഗമം മേൽപ്പാലത്തിൽ ബസ്സും കാറും കൂട്ടിയിടിച്ചു. ഉച്ചയ്ക്ക് 3 മണിയോടെയായിരുന്നു അപകടം. ഇതേ തുടർന്ന് പാലത്തിൽ ഗതാഗത സ്തംഭനം അനുഭവപ്പെട്ടു. റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തു നിന്നും പാലത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്ന കാറിൽ കൂത്തുപറമ്പിൽ നിന്നും തലശ്ശേരിക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു. യാത്രക്കാർക്ക് പരിക്കേറ്റില്ല. ബസിന്റെ അമിത വേഗമാണ് അപകടത്തിനിടയാക്കിയതെന്നാരോപിച്ച് അല്പനേരം വാക്കേറ്റമുണ്ടായി. ഇതോടെ പാലത്തിലുടനീളം ഗതാഗതം തീർത്തും സ്തംഭിച്ച അവസ്ഥയിലായി. ട്രാഫിക് പോലീസ് എത്തിയാണ് ഗതാഗതം നിയന്ത്രിച്ചത്. ചമ്പാട് അരിയാക്കോൽ പ്രദേശത്ത് തെരുവുനായ ശല്യം വീണ്ടും രൂക്ഷമായതോടെ കർഷകർ ആശങ്കയിൽ. ചമ്പാട് അരിയാക്കോലിലെ പാച്ചോൾ സതീശന്റെ കോഴി വളർത്തൽ കേന്ദ്രത്തിൽ പുലർച്ചെയുണ്ടായ തെരുവുനായ ആക്രമണത്തിൽ 100ഓളം നാടൻ കോഴികൾ ചത്തൊടുങ്ങി. സംഭവത്തിൽ ഏകദേശം 1.5 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായി സതീശൻ പറഞ്ഞു. വ്യാഴാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് തെരുവുനായകൾ കോഴിക്കൂട് തകർത്ത് അകത്ത് കടന്നത്. കൂട്ടമായി എത്തിയ നായകൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കോഴികളെ ആക്രമിച്ച് കൊന്നൊടുക്കുകയായിരുന്നു. രാവിലെ കോഴിക്കോട് പരിശോധിക്കാൻ എത്തിയപ്പോഴാണ് ചത്തുകിടക്കുന്ന കോഴികളെ കണ്ടത്. നിരവധി കോഴികളുടെ ശരീരഭാഗങ്ങൾ ചിതറിക്കിടന്ന നിലയിലായിരുന്നു. സതീശന്റെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നാണ് നാടൻ കോഴി വളർത്തൽ. പ്രതിദിനം ഏകദേശം 70 മുട്ടകൾ ലഭിച്ചിരുന്നതായും അക്രമത്തെ തുടർന്ന് വരും ദിവസങ്ങളിലെ വരുമാനവും നിലച്ച സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് സതീശൻ പറഞ്ഞു. പന്നന്നൂർ പഞ്ചായത്തിലൊരു കർഷകനാണ്. 100ഓളം മുട്ടക്കോഴികൾ BB30 മുട്ടക്കോഴികളെ ഇന്നലെ തെരുവ് നായികൾ രാത്രി 2:30 മണിയോടെ കൂട് ആക്രമിച്ച് കയറി നശിപ്പിച്ച് കൊന്നുകളഞ്ഞു. എത്ര രൂപയുടെ നഷ്ടമുണ്ട്? 100ഓളം കോഴിയെ ഏതാണ്ട് ഒരു 40,000 രൂപയോളം നഷ്ടമുണ്ടാകും. മുട്ടക്കോഴികൾ ഡെയിലി 70-80 മുട്ട കിട്ടുന്നതാണ്. കോഴികളുടെ വില മാത്രമല്ല, ഭാവിയിൽ ലഭിക്കേണ്ടിയിരുന്ന മുട്ട ഉൽപ്പാദനത്തിനും വലിയ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. പ്രദേശത്തെ മികച്ച ജൈവ കർഷകൻ കൂടിയാണ് സതീശൻ. വിവരമറിഞ്ഞ് വെറ്റിനറി ഡോക്ടർ ദിവ്യ സ്ഥലത്തെത്തി പരിശോധന നടത്തി. നഷ്ടം സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുകയും തുടർ നടപടികൾക്കായി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് റിപ്പോർട്ട് നൽകുമെന്നും അറിയിച്ചു. അരിയാക്കുൽ മേഖലയിൽ തെരുവുനാശല്യം ഏറെക്കാലമായി രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. രാത്രികാലങ്ങളിൽ കൂട്ടമായി സഞ്ചരിക്കുന്ന തെരുവുനായകൾ വളർത്തു മൃഗങ്ങൾക്കും കോഴികൾക്കും നേരെ നിരന്തരം ആക്രമണം നടത്തുകയാണ്. തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളും അധികാരികളും അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പന്നന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. നോയ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KP ലീല ടീച്ചർ, നസീർ ഇടവലത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ TP ഉമ്മർ, PM ലീന, KK ജിനിഷ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. നിർമ്മാണത്തിലിരിക്കുന്ന വീടുകൾ, സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഇലക്ട്രിക്കൽ വയർ ഉൾപ്പെടെ മോഷ്ടിക്കുന്ന സംഘം സജീവമാകുന്നു. ന്യൂമാഹി പാലത്തിന് സമീപം 3 കവർച്ച നടന്നു. പോലീസ് അടിയന്തര ശ്രദ്ധ പതിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കാലവർഷം തുടങ്ങിയതോടെ മോഷണ സംഘങ്ങളും സജീവമാകുന്നു. നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന സ്ഥാപനങ്ങൾ, വീടുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ മോഷ്ടിക്കുന്ന സംഘം സജീവമാവുകയാണ്. ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന സാധന സാമഗ്രികൾ കവർന്നെടുക്കാം എന്നാണ്
മോഷ്ടാക്കളെ ഇതിലേക്ക് ആകർഷിക്കുന്നതെന്ന് കരുതുന്നു. ന്യൂമാഹി പാലത്തിന് സമീപം കഴിഞ്ഞ ദിവസം 3 ഇടങ്ങളിലാണ് കവർച്ച നടന്നത്. ആലമ്പത്ത് മീത്തൽ ജസ്ലീമിൻ്റെ ഉടമസ്ഥതയിൽ പ്രവൃത്തി നടക്കുന്ന ലാർഡ് റെസ്റ്റോ കഫേ എന്ന സ്ഥാപനത്തിലും VK നവാസ്, ആലമ്പത്ത് മീത്തൽ ജോയ്സ് എന്നിവരുടെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന വീടുകളിലുമാണ് കവർച്ച നടന്നത്. ഒരേ രീതിയിലാണ് 3 ഇടങ്ങളിലും മോഷണം നടത്തിയത്. എൻ്റെ പേര് നിതിൻ എന്നാണ്. ഞാൻ ലോറൽ ഗാർഡൻ്റെ മാനേജറാണ്. നമ്മളെ ഇവിടെ ലോറൽ റെസ്റ്റോ കഫേൻ്റെ ഒരു വർക്ക് നടക്കുന്നുണ്ട്. മാഹിപ്പാലത്ത് നിന്ന് പെരിങ്ങാടി റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ 2ാമത്തെ ബിൽഡിങ്ങിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇലക്ട്രിക്കലിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നമ്മളിവിടെ ഒരുപാട് കേബിളുകൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2.5 mm പിന്നെ അതേപോലെ തന്നെ 1.5-ൻ്റെതും കുറച്ച് കേബിൾ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ കോപ്പറിൻ്റെ സ്ട്രിപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്നലെ രാത്രി ആരൊക്കെയോ വന്നിട്ട് ഇവിടുന്ന് കളവ് പോയിട്ടുണ്ട്, ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ തൊട്ടടുത്ത് തന്നെ നമ്മൾ തന്നെ 2 വീടുകൾ വരുന്നുണ്ടായിരുന്നു. അവിടെയും ഇതേപോലെ തന്നെ ഇതേ രീതിയിൽ സംഭവിച്ചിട്ടുണ്ട്. 2-3 പ്രാവശ്യമായിട്ട് ഇവിടെ വലിയ രീതിയിലുള്ള മോഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ആ ഒരു മോഷണം നടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ സീലിങ്ങിലേക്ക് പോയ കേബിൾ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ സീലിംഗ് വീണ്ടും പൊളിച്ചിട്ട് നമുക്ക് പിന്നീട് മാറ്റി ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ വലിയ രീതിയിൽ ഇവിടെ ഒരു കളവ് നടക്കുന്നത് നമുക്ക് വലിയ പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇത് സംബന്ധിച്ച് ന്യൂമാഹി പോലീസിൽ പരാതി നൽകി. UDFന് വോട്ട് ചെയ്ത മഹാഭൂരിപക്ഷത്തെയും നിരാശയിലാക്കുന്നതാണ് സർക്കാരിന്റെ ആദ്യ നടപടികളെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് പറഞ്ഞു. DYFI ജില്ലാ സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്വരാജ്. കഴിഞ്ഞ 10 വർഷം സംഘപരിവാർ ഫാസിസത്തോടും കേന്ദ്രത്തിന്റെ വിദ്വേഷ രാഷ്ട്രീയത്തോടും പൊരുതി നിന്നതാണ് കേരളം. പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തതു മുതൽ മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങിയതായി M. സ്വരാജ് പറഞ്ഞു. ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി വന്ദേമാതരം പൂർണ്ണതോതിൽ മുഴങ്ങിയത് സത്യപ്രതിജ്ഞാ ചടങ്ങിലാണ്. RSS മുഖപത്രം ഓർഗനൈസർ UDF സർക്കാരിനെ അഭിനന്ദിച്ച് മുഖപ്രസംഗമടക്കം എഴുതി. 5 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ സംഘപരിവാറിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചവർക്കാണ് കേരളത്തിലും ബംഗാളിലും തമിഴ്നാട്ടിലും തിരിച്ചടി നേരിട്ടത്. തെരഞ്ഞെടുപ്പുകളിൽ ജയപരാജയങ്ങൾ സ്വാഭാവികമാണ്. ചിലപ്പോഴെല്ലാം വലതുപക്ഷ ശക്തികൾ മേൽക്കൈ നേടിയെന്നും വരാം. അതിനർത്ഥം ഇടതുപക്ഷത്തിന്റെ പ്രസക്തി നഷ്ടമായതല്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതാണ് വർത്തമാനകാല ഇന്ത്യൻ പരിസരത്ത് RSS വന്ദേമാതരത്തെ മനുഷ്യനെ കൊല്ലാനുള്ള ഒരു ആയുധമായി ഉപയോഗിക്കുന്നത്. അപ്പോഴാണ് പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി വന്ദേമാതരം പൂർണ്ണതോതിൽ മുഴങ്ങി. മുഖ്യമന്ത്രി പറഞ്ഞു, ഇത് ഞാൻ അറിഞ്ഞില്ല. ശരി, ആവട്ടെ. പക്ഷെ ഇങ്ങനെ വന്ന സാഹചര്യത്തിൽ ലോക്ഭവനെ പ്രതിഷേധം അറിയിക്കണ്ടേ? പ്രതിഷേധം അറിയിക്കാൻ ആർജവമില്ലെങ്കിൽ അസംതൃപ്തി അറിയിക്കണ്ടേ? അറിയിച്ചു. ഉടനെ RSSന്റെ മുഖപത്രം ഓർഗനൈസർ കേരളത്തിലെ UDF ഗവൺമെന്റിനെ അഭിനന്ദിച്ചുകൊണ്ട് ലേഖനമെഴുതി, മുഖപ്രസംഗമെഴുതി. സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ മണിക്കൂറിൽ ഒരു BJP ഇതര ഗവൺമെന്റിനെ അഭിനന്ദിച്ചുകൊണ്ട് ഓർഗനൈസറിൽ ലേഖനം വരുന്നത് ആദ്യമാണ്. ആദ്യം RSSന്റെ അഭിനന്ദനം അവിടെ അവസാനിക്കുന്നില്ല. മുഖ്യമന്ത്രി തന്റെ സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത രത്തൻ കേൽക്കർ ഒരു സിവിൽ സർവീസ് ഓഫീസറാണ്. അദ്ദേഹം ഏതെങ്കിലും ഒരു പദവിയിൽ ഉണ്ടാവും, ആ കാര്യം ഉറപ്പ്. പക്ഷെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആവണോ? അതാണ് ചോദ്യം. ഈ പേര് നമ്മൾ ഇതിനു മുമ്പ് എപ്പോഴാണ് കേട്ടത്? സംഘപരിവാരത്തിന്റെ ഇഷ്ടക്കാരനായ പ്രിയപ്പെട്ടവനായ രത്തൻ കേൽക്കർ അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് വിതരണം ചെയ്ത സർക്കുലറിൽ BJP കേരള സംസ്ഥാന കമ്മിറ്റിയുടെ സീൽ പതിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിനെ BJPയുടെ ഓഫീസാക്കി മാറ്റിയ സംഘപരിവാരത്തിന്റെ വിനീത വിധേയൻ. അങ്ങനെ ഒരാളെ മുഖ്യമന്ത്രി സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത് നിഷ്കളങ്കമല്ല എന്ന് മനസ്സിലാക്കിക്കോളൂ. നിയമസഭയിൽ മുഴങ്ങിയ നയപ്രഖ്യാപന പ്രസംഗം
ഈ UDF സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗം. കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വാക്ക് വിമർശനം പോലുമില്ല, ഒരക്ഷരമില്ല. 10 കൊല്ലത്തിനു ശേഷം ആദ്യമായി കേന്ദ്ര സർക്കാരിനെതിരെ കേരളത്തെ ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ, സാമ്പത്തികമായി ഞെരുക്കാൻ, കേരളീയരെ രണ്ടാം തരം പൗരന്മാരാക്കി കണക്കാക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ഒരു ദുർബലമായ വാക്കുകൊണ്ട് പോലും പ്രതിരോധം തീർക്കാൻ നയപ്രഖ്യാപന പ്രസംഗത്തിൽ തയ്യാറായില്ല. ഒരു ദശാബ്ദത്തിനു ശേഷം കേന്ദ്ര വിമർശനമില്ലാത്ത നയപ്രഖ്യാപനം കേട്ട ഉടനെ BJP സംസ്ഥാന കമ്മിറ്റിയുടെ പ്രതികരണം വന്നു. ഇത് ഞങ്ങളുടെ പ്രകടന പത്രിക പകർത്തി വെച്ചിരിക്കുന്നതാണ്, ഇത് ഞങ്ങളുടെ നയപ്രഖ്യാപനമാണ്, ഞങ്ങൾക്ക് എതിർപ്പില്ല, ഞങ്ങൾ പിന്തുണയ്ക്കും. ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമല്ലേ. BJP സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് BJPയുടെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു, അറിയിച്ചു. കേരളത്തിൽ ആദ്യത്തെ അനുഭവമല്ലേ. NDAയുടെ കൺവീനർ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പൂച്ചെണ്ടു കൊടുത്ത് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. ഓർഗനൈസറിൽ RSSന്റെ മുഖപത്രത്തിൽ കേരളത്തിലെ UDF ഗവൺമെന്റിന് അഭിനന്ദനം അറിയിച്ചുകൊണ്ടുള്ള ലേഖനം. നയപ്രഖ്യാപനം ഞങ്ങളുടേത് കൂടിയാണ് എന്ന BJPയുടെ പ്രസ്താവന, BJP സംസ്ഥാന പ്രസിഡന്റിന്റെ പിന്തുണ. ഇതാണ് ഈ കേരളം ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഓരോ ദിവസവും ജനവിരുദ്ധമായ തീരുമാനങ്ങളും ഇന്നലകളിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് ഘടകവിരുദ്ധമായ വഞ്ചനാപരമായ നിലപാടും അത് സംബന്ധിച്ച വാർത്തകളെല്ലാം വരുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കടന്നു പോകുന്നു. സംസ്ഥാന പ്രസിഡന്റ് V വസീഫ്, ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അഫ്സൽ എന്നിവർ സംസാരിച്ചു. N ഷംസീർ, A വിജിൻ MLA, A ഷാജർ, CK രമേശൻ എന്നിവർ പങ്കെടുത്തു. തലശ്ശേരി നഗര വികസന പ്രവർത്തനങ്ങളിൽ ഭരണകൂടം കാണിക്കുന്ന അനാസ്ഥ അവസാനിപ്പിച്ച് തലശ്ശേരിയുടെ വികസനം യാഥാർത്ഥ്യമാക്കണമെന്നും അല്ലാത്തപക്ഷം സമരം ശക്തമാക്കുമെന്നും മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തലശ്ശേരി മുനിസിപ്പൽ ഓഫീസിനു മുന്നിൽ മുസ്ലിം ലീഗ് തലശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട്, മുടിചൂട മന്നനായിട്ട്, ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത ഒരു മഹാമനുഷ്യനായിട്ട്, അവതാരമായിട്ട്, കാരണഭൂതനായിട്ട്, ക്യാപ്റ്റനായിട്ട്, അങ്ങനെ എന്തൊക്കെ വിശേഷണങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ പൂവിട്ട് പൂജിച്ച ആളുകളുണ്ടോ അവര് തന്നെ അദ്ദേഹത്തെ മോശക്കാരനായി ചിത്രീകരിക്കുന്ന അവസ്ഥ ഇന്ന് കേരളത്തിൽ കാണുകയാണ്. അഹങ്കാരവും ധിക്കാരവും ദാസ്യവും നിറഞ്ഞിട്ടുള്ള ഒരു ഭരണാധികാരിക്ക് വന്നു പതിപ്പിച്ചിട്ടുള്ള അങ്ങേയറ്റത്തെ പതനമാണ് സത്യത്തിൽ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ ഉണ്ടായിട്ടുള്ളത് എങ്കിൽ ആ മുഖ്യമന്ത്രി കോശാന പാടിയിട്ട് ഒന്നും ചോദിക്കാൻ പറ്റാത്ത വിധത്തിൽ ഭയപ്പെട്ട് കഴിയുന്ന സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിമാരും ഏരിയ സെക്രട്ടറിമാരും ഒക്കെയുള്ള ഒരു പാർട്ടിക്ക് വളരെ ദയനീയമായിട്ടുള്ളൊരു ദുരന്തമാണ് കേരളത്തിൽ വന്നു ഭവിച്ചിട്ടുള്ളത് എങ്കിൽ ഞാൻ കൃത്യമായി പറയുന്നു, അതേ ഒരു അനുഭവം തലശ്ശേരി നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നിലവിലുള്ള ചെയർമാനും അദ്ദേഹത്തിന് ഓശാന പാടിക്കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഭരണസമിതി അംഗങ്ങൾക്കും വന്നു ഭവിക്കാൻ പോകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കി. തലശ്ശേരിയുടെ വികസനം യാഥാർത്ഥ്യമാക്കണമെന്നും അല്ലാത്തപക്ഷം സമരം ശക്തമാക്കുമെന്നും മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി പറഞ്ഞു. പ്രസിഡന്റ് CKP മമ്മു അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ലത്തീഫ് മുഖ്യപ്രഭാഷണം നടത്തി. KC അഹമ്മദ്, ബഷീർ ചെറിയാണ്ടി, സാഹിർ പാലക്കൽ, റഷീദ് കരിയാടൻ, ആര്യ ഹുസൈൻ, AK സക്കരിയ, റഹ്മാൻ തലായ്, മഹ്റൂഫ് ആലഞ്ചേരി, V ജലീൽ, KC ഷബീർ, TV റാഷിദ് ടീച്ചർ, തഫ്ലീം മാണിയാട്ട്, ജംഷീർ മഹമ്മൂദ്, റമീസ് നരസിംഹ, TM റുബ്സീന, KC തസ്നി, EK ജലാലു, PP മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി അഹമ്മദ് അൻവർ സ്വാഗതവും ട്രഷറർ മുനവർ അഹമ്മദ് നന്ദിയും പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. Telicherry Institute of Advanced Studies, TIAS.
Kundurmala Punya West, Talasheri. Affiliated to Kannur University and approved by Government of Kerala. Admission started. Courses offered: BBA, BCA with AI, BCom Finance, BCom Cooperation, BCom Logistics, BA English. Add-on courses: Mobile App Development, Tally Prime, Certificate in Digital Freelancing, Coding Skill, Digital Marketing, Certificate in Data Management and Advanced Excel. മാനേജ്മെന്റ് മെറിറ്റ് സീറ്റുകൾക്ക് അപേക്ഷിക്കുന്നവർ കോളേജുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പേഴ്സ് 9847904444, 9847404444. വെബ്സൈറ്റ് www.tias.in. 25 വർഷത്തെ വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചറിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ കതിരൂരിലും. ഏറ്റവും നവീനവും വിസ്മയിപ്പിക്കുന്നതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്തതും കൂടാതെ ഇന്ത്യയിലെ തന്നെ വൈവിധ്യങ്ങൾ നിറഞ്ഞതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവോടുകൂടി സ്വന്തമാക്കാം. പോപ്പുലർ ഫർണിച്ചർ, 4 മൈൽ, കതിരൂർ. ഓൾസോ അറ്റ് കൂനമുക്ക്, അഞ്ചരക്കണ്ടി. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ പി രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D സ്കാനിംഗ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റിംഗ്, ultra modern X-ray facilities, well equipped ultra modern machineries, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. തലശ്ശേരി റോഡ്, കൂലോ സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699, 6238596699. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ.
ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തകൾ തുടരുന്നു. തലശ്ശേരിയുടെ ജനകീയ ഡോക്ടർ ദമ്പതികൾക്ക് തലശ്ശേരി സുഹൃത്ത് വേദിയുടെ സ്നേഹാദരം. കഴിഞ്ഞ 46 വർഷങ്ങളായി തലശ്ശേരിയിലെ ആരോഗ്യ മേഖലയിൽ സമാനതകളില്ലാത്ത സേവനമനുഷ്ഠിക്കുന്ന ജനകീയ ഡോക്ടർമാരായ ഡോക്ടർ PJ സെബാസ്റ്റ്യൻ, ഡോക്ടർ ഫിലോമിന സെബാസ്റ്റ്യൻ എന്നിവരെയാണ് ഡോക്ടേഴ്സ് ദിനത്തിൽ ആദരിച്ചത്. കഴിഞ്ഞ 46 വർഷങ്ങളായി തലശ്ശേരിയിലെ ആരോഗ്യമേഖലയിൽ സമാനതകളില്ലാത്ത സേവനം അനുഷ്ഠിക്കുന്ന ജനകീയ ഡോക്ടർമാരായ ഡോക്ടർ PJ സെബാസ്റ്റ്യൻ, ഡോക്ടർ ഫിലോമിന സെബാസ്റ്റ്യൻ എന്നിവരെ ഡോക്ടേഴ്സ് ദിനത്തിൽ തലശ്ശേരി സുഹൃത്ത് വേദി ആദരിച്ചു. ഡോക്ടറുടെ വസതിയിൽ നടന്ന ചടങ്ങ് ബിഷപ്പ് വള്ളോപ്പള്ളി ഫൗണ്ടേഷൻ ചെയർമാൻ മാത്യു M. കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. 70കളിൽ ഇന്നത്തെ രീതിയിലുള്ള വികസനങ്ങളൊന്നും എത്തിച്ചേരാത്ത മലയോര മേഖലയിലെ പാവപ്പെട്ട രോഗികൾക്ക് വലിയൊരു ആശ്വാസവും ആശ്രയവുമായിരുന്നു ഡോക്ടർ PJ സെബാസ്റ്റ്യനും ഡോക്ടർ ഫിലോമിന സെബാസ്റ്റ്യനുമെന്ന് അദ്ദേഹം പറഞ്ഞു. ചുരായി ചന്ദ്രൻ അധ്യക്ഷനായി. ഡോക്ടർ ദമ്പതികളെ പൊന്നാട അണിയിച്ച് ആദരിക്കുകയും ഉപഹാര സമർപ്പണം നടത്തുകയും ചെയ്തു. എരഞ്ഞോളി പഞ്ചായത്ത് അംഗം സുശീൽ ചന്ദ്രോത്ത്, ഡോക്ടർ ജീന ജോ സെബാസ്റ്റ്യൻ, VK ജയന്തൻ, ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ആരോഗ്യ വിഭാഗം ജില്ലാ കോർഡിനേറ്റർ സെൻസായ് CN മുരളി തുടങ്ങിയവർ ഉപഹാരങ്ങൾ കൈമാറി. ഹോക്കി അസോസിയേഷൻ സെക്രട്ടറി KV ഗോകുൽദാസ്, CP പ്രസീൽ ബാബു എന്നിവർ സംസാരിച്ചു. നാടെങ്ങും ഡോക്ടേഴ്സ് ഡേ ആചരിക്കുമ്പോൾ തികച്ചും തലശ്ശേരിക്കാർക്ക് ഏറെ അഭിമാനത്തോടെ തികച്ചും അർഹതയുള്ള ഡോക്ടറെ തന്നെ, പ്രത്യേകിച്ച് ഡോക്ടറുമായി ഏറ്റവും കൂടുതൽ അടുത്തിടപഴകുന്ന വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇന്നിവിടെ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ലളിതമായിട്ടുള്ളൊരു ചടങ്ങായിട്ടാണ് ഇന്ന് നമ്മൾ ഡോക്ടറെ ആദരിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. ഡോക്ടറെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് മിക്കവാറും എല്ലാ ദിവസവും രാവിലെ ഡോക്ടറുടെ ഒരു മെസ്സേജ് ഉണ്ട്. എല്ലാ ദിവസവും കാലങ്ങളായിട്ട്, കുറച്ച് നാളായിട്ട് അത് ചെറുതായിട്ട് മുടങ്ങിയിട്ട്, എന്നിരുന്നാൽ കൂടിയും എൻ്റെ പോസ്റ്റുകളൊക്കെ സാധാരണ ഡോക്ടർ കാണാറുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ നോക്കും, ഡോക്ടർ കണ്ടിട്ടുണ്ടോ, ഡോക്ടറെ ആ ബ്ലൂ ടിക്ക് കണ്ടാൽ മനസ്സിലാവും ഡോക്ടർ കാണുന്നുണ്ട്. ഏറ്റവും അർഹതപ്പെട്ട ഡോക്ടറെ സന്ദർശിക്കാനും ഇവിടെ അഭിനന്ദിക്കാനും, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ സായാഹ്നത്തിൽ ഡോക്ടർ സെബാസ്റ്റ്യൻ ഡോക്ടർക്കും ഫിലോമിന ഡോക്ടർക്കും നമ്മൾ ഇതിൻ്റെ എല്ലാവരുടെയും പേരിൽ എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ്. ഞാനും സെബാസ്റ്റ്യൻ ഡോക്ടർ എനിക്ക് പരിചയം 42 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് എനിക്ക് 17 വയസ്സാണ്. ഞങ്ങളുടെ കുടുംബ ഡോക്ടറായിരുന്നു സെബാസ്റ്റ്യൻ ഡോക്ടർ. എൻ്റെ അച്ഛൻ AK ജോൺ എന്നറിയപ്പെടുന്നു. ചമ്പാട് വീട്ടുകാരുടെ കണ്ണുവെട്ടിച്ച് തിരക്കേറിയ റോഡിലെത്തിയ 2 വയസ്സുകാരിക്ക് തുണയായ KP സത്യന് ആദരവൊരുക്കി. ചമ്പാട് താരാപള്ളി കമ്മിറ്റിയും SKSSFും സംയുക്തമായാണ് പള്ളിക്കു മുന്നിൽ ആദരവൊരുക്കിയത്. കഴിഞ്ഞ ദിവസം ചമ്പാട് വീട്ടുകാരുടെ കണ്ണുവെട്ടിച്ച് തിരക്കേറിയ റോഡിലെത്തിയ 2 വയസ്സുകാരിക്ക് തുണയായ ഗ്യാസ് സിലിണ്ടർ വിൽപ്പനക്കാരൻ KP സത്യനെ SKSSF ചമ്പാട് താര ജംഗ്ഷൻ യൂണിറ്റും താര ജുമാ മസ്ജിദ് കമ്മിറ്റിയും സംയുക്തമായി ആദരിച്ചു. താര പള്ളിക്കു മുന്നിൽ നടന്ന ചടങ്ങിൽ മഹല്ല് വൈസ് പ്രസിഡന്റ് E. അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ഒറ്റക്ക് വീട്ടിൽ നിന്നും നടന്ന് മെയിൻ റോഡ് വരെ എത്തി റോഡ് ക്രോസ് ചെയ്യാനിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മുടെ പ്രിയങ്കരനായ KP സത്യൻ എന്തോ പടച്ചവൻ്റെ കച്ചവടക്കാടെ എത്തിച്ചതായിരിക്കാം. എന്തായാലും അദ്ദേഹം കാണുകയും സംയോജിതമായി ഇടപെട്ടുകൊണ്ട് ആ കുട്ടിയെ രക്ഷിതാക്കൾക്ക് തിരിച്ചേൽപ്പിക്കാൻ സാധിച്ചതിൽ ആദ്യമായിട്ട് പടച്ചതമ്പുരാനോട് സ്തുതി പറയുന്നു. കാരണം ഇത് വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ്. താര ജുമാ മസ്ജിദ് ഖത്തീബ് അഷ്റഫ് ഉസ്താദ് ഉപഹാര സമർപ്പണം നടത്തി. വാതക സിലിണ്ടർ വാഹനവുമായി പോകെ വേണം നമ്മുടെ സത്യൻ എന്ന സഹോദരൻ ഈ കുട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ഈ കുട്ടിയെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഉടൻ തന്നെ രക്ഷപ്പെടുത്തി വീട്ടുകാരെ അന്വേഷിക്കുകയാണ്. പരിസരത്തുള്ള വീട്ടുകാർക്കൊന്നും കുട്ടിയെ അറിയില്ല. അങ്ങനെ നാട്ടുകാരും കൂടെ ചേർന്ന് അന്വേഷിച്ച് ഏകദേശം നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ 1/2 കിലോമീറ്റർ അകലെയാണ് ഈ കുട്ടിയുടെ വീട്.
ആ സമയമാണ് കുട്ടിയുടെ ഉമ്മ കുട്ടിയെ കാണാത്തതിൻ്റെ പ്രയാസവും അന്വേഷിച്ചിറങ്ങുന്നത്. അങ്ങനെ കുട്ടിക്ക് പാനൂർ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് കൈമാറി. ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ വഴികൾ വാഹനങ്ങളെ കൊണ്ടും തെരുവ് നായകളെ കൊണ്ടും നിറഞ്ഞ വഴികളും പാതയോരങ്ങളുമാണ്. 2 ആഴ്ച മുമ്പ് നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകും, മലപ്പുറം ജില്ലയിൽ ഇതേപോലെ നാഷണൽ ഹൈവേയിൽ ഒരു കുട്ടി വീട്ടിൻ്റെ ഗേറ്റ് കടന്ന് പുറത്ത് വരികയാണ്. ചീറിപ്പായുന്ന വാഹനങ്ങൾക്ക് ഇടയിലേക്കാണ് കുട്ടി വരുന്നത്. എന്തോ അന്ന് അത്യത്ഭുതകരമായി ഒരു ഡ്രൈവർ ആ കുട്ടിയെ കാണുകയും അവിടെ സ്റ്റോപ്പ് ചെയ്ത് കുട്ടിയെ എടുത്ത് ആ വീട്ടുകാരെ ഏൽപ്പിക്കുകയും ചെയ്തു. റഫ്നാസ് ചമ്പാട്, CM റൈസൽ, GM മൻസൂർ, VP ഹമീദ്, യൂസഫ് മുണ്ടോൾ, ഗഫൂർ മൗലവി, അഹമ്മദ് മൗലവി, മൊയ്തു മൗലവി, PM മിഷാൽ, VP അഷ്വാഖ്, BP അഫ്സൽ എന്നിവർ നേതൃത്വം നൽകി. KP സത്യൻ മറുപടി പറഞ്ഞു. റഹീൻ ചമ്പാട് സ്വാഗതവും ആഷിഖ് പുഴക്കോൽ നന്ദിയും പറഞ്ഞു. കേരള സ്കൂൾ ഓഫ് ആർട്സ് വിദ്യാർത്ഥികളുടെ ചിത്രപ്രദർശനം അരണി 2 ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ തുടങ്ങി. കാരായി രാജൻ MLA ഉദ്ഘാടനം ചെയ്തു. ജൂലൈ 5 സമാപിക്കും. കേരള സ്കൂൾ ഓഫ് ആർട്സ് വിദ്യാർത്ഥികളുടെ ചിത്ര പ്രദർശനം അരണി 2 തിരുവങ്ങാട് കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടന്നു. കാരായി രാജൻ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ തലശ്ശേരിയിൽ ചിത്രകലയെ ഇത്രമാത്രം സ്നേഹിക്കുകയും ചിത്രകലയ്ക്ക് വേണ്ടി ജീവിതം തന്നെ സമർപ്പിച്ചിട്ടുള്ള ഒരുപാട് പൂർവികരുടെ നാടുകൂടിയാണ് നമ്മുടെ ഈ തലശ്ശേരിയും പരിസര പ്രദേശങ്ങളും. ഇത്തരമൊരു ചിത്രകലാ വിദ്യാലയം ഇവിടെ ഉണ്ടാകുന്നത് തന്നെ ഇങ്ങനെയുള്ള സുമനസ്സുകളുടെ നല്ല ഹൃദയത്തിൽ നിന്നുമുള്ള ഒരാശയമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഓരോ വിദ്യാർത്ഥികളും അവരുടെ ആത്മാവിഷ്കാരം സ്വന്തം കണ്ടുകൊണ്ട് കാണാനും അത് മറ്റുള്ളവരെ കാണാനും അങ്ങനെ ആദ്യത്തെ ഒരു എക്സിബിഷൻ ഒരുക്കാനും ഇവിടെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഏതൊരു മനുഷ്യൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹ സാഫല്യമായിരിക്കും, സാക്ഷാത്കാരമായിരിക്കും തീർച്ചയായിട്ടും അവരുടെ ഒരു പ്രതിഭയെ, അവരുടെ ഒരു ഹൃദയത്തിൻ്റെ ഭാഷയെ മറ്റുള്ളവർക്ക് മുമ്പിൽ കൂടി കാണിക്കുമ്പോഴും ആ ഹൃദയത്തിൻ്റെ ഭാഷ മറ്റുള്ളവരോട് സംസാരിക്കുന്നതും ശ്രദ്ധിക്കുക, അത് കാണുക എന്ന് പറയുന്നതിൽ വലിയൊരു സന്തോഷം, അഭിമാനം മറ്റൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. സ്കൂൾ ഓഫ് ആർട്സ് പ്രസിഡന്റ് സുരേഖ അധ്യക്ഷത വഹിച്ചു. പൊന്മണി തോമസ്, BTK അശോക്, അക്ഷയ്, KP മുരളീധരൻ, MC സജീവൻ എന്നിവർ സംബന്ധിച്ചു. വൈവിധ്യമാർന്ന രചനകളുടെ വിപുലമായ പ്രദർശനവും വിൽപ്പനയുമാണ് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ഒരുക്കിയിട്ടുള്ളത്. പ്രദർശനം ജൂലൈ 5 സമാപിക്കും. ഡോക്ടേഴ്സ് ഡേ ദിനാചരണത്തിന്റെ ഭാഗമായി മാവിലേരി ഇർഷാദ് സുബിയാൻ മദ്രസ വിദ്യാർത്ഥികൾ പ്രദേശത്തെ പ്രമുഖരായ ഡോക്ടർമാരെ ആദരിച്ചു. മദ്രസയിലെ മെഡിക്കൽ വിംഗ് വിദ്യാർത്ഥികളാണ് ഡോക്ടർമാരെ നേരിട്ടെത്തി അനുമോദിച്ചത്. ചെണ്ടയാട് മാവിലേരി ഇർഷാദ് സുബിയാൻ മദ്രസ വിദ്യാർത്ഥികളാണ് ജീവന്റെ കാവൽ ഭടന്മാരെ ആദരിച്ച് മാതൃകയായത്. ഡോക്ടേഴ്സ് ഡേയോടനുബന്ധിച്ച് മദ്രസ മെഡിക്കൽ വിംഗ് വിദ്യാർത്ഥികൾ ഡോക്ടർമാരെ നേരിൽ കാണുകയായിരുന്നു. പാനൂരിൽ പ്രശസ്തി നേടിയ നിരവധി ഡോക്ടർമാർക്ക് വിദ്യാർത്ഥികൾ കൈപ്പടയിലെഴുതിയ കാർഡുകളും പോസ്റ്ററുകളും സമ്മാനിച്ചു.
മാവിലേരി മഹല്ല് കമ്മിറ്റി മുൻ അംഗം MVK മൗലവിയുടെ മകൻ ഡോക്ടർ അബൂബക്കർ, മുകേരി പഞ്ചായത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ സീനിയർ ഡോക്ടർ M ദിൽന എന്നിവർക്കാണ് മദ്രസ മെഡിക്കൽ വിങ് സ്നേഹാദരവുകൾ നൽകിയത്. നമ്മളെ സ്റ്റാഫിൻ്റെ അടുത്തുനിന്നൊരു ഇത് കിട്ടുക എന്നല്ലാണ്ട് പിന്നെ കുറേ വാട്സപ്പ് പോസ്റ്ററുകൾ അങ്ങനെ കിട്ടുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് പോകുന്ന സാധനങ്ങൾ കിട്ടുക എന്നല്ലാണ്ട് ഒരു കുട്ടീൻ്റെ കയ്യിൽ നിന്ന് ഇതുവരെ ഇങ്ങനെ കുട്ടികളുടെ കയ്യിൽ നിന്ന് അവർ സ്വന്തമായിട്ട് മനസ്സിന് ഡോക്ടർമാരുള്ള ഒരു ആദരവ് കൊണ്ട് ഇങ്ങനെ ഒരു സാധനം ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഇത് ഏറ്റവും വിലപ്പെട്ടൊരു സമ്മാനമായിരിക്കും. കൂടെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഈ ഒരു സംരംഭം അവരെ കൊണ്ട് ഗ്രീറ്റിംഗ് കാർഡ്, സ്വന്തം നാട്ടിലെ പൾസ്, ഓരോ ജീവനുകളുടെയും പൾസ് അറിയുന്ന ഡോക്ടർമാർക്ക് അവരെ പരിഗണിച്ചുകൊണ്ടൊരു ഗ്രീറ്റിംഗ് കാർഡ് സമ്മാനിക്കുക എന്ന് നമ്മൾ പ്ലാൻ ചെയ്തത്. പ്രത്യേകിച്ച് ഇതിൽ അഭിനന്ദിക്കേണ്ടത് നമ്മുടെ മദ്രസ ഇലക്ഷൻ ചെയ്ത് ഓരോ വിദ്യാർത്ഥികളും വിജയിപ്പിച്ച നമ്മുടെ തസ്കിയായിട്ടുള്ള മെഡിക്കൽ വിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ പ്രിയപ്പെട്ട ആഷിഖ് ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ മെഡിക്കൽ വിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ഞാറ്റുവേല ചന്തക്ക് തുടക്കമായി. എരഞ്ഞോളി കൃഷിഭവൻ സമീപത്താണ് ചന്ത നടന്നത്. എരഞ്ഞോളി കൃഷിഭവൻ സമീപത്ത് നടന്ന പരിപാടി എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാട്ടിത്ത് പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C സഫീറ അധ്യക്ഷയായി. കൃഷി ഓഫീസർ TK കാവ്യ സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് അംഗങ്ങളായ സുശീൽ ചന്ദ്രോത്ത്, കാമ്പിൽ മനോജ്, K വിനീത, K സുഗതൻ, P സദാനന്ദൻ എന്നിവർ സംസാരിച്ചു. ഇതോടൊപ്പം എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി കുരുമുളക് തൈ വിതരണോദ്ഘാടനവും നടന്നു. കാർഷിക കർമ്മസേനയുടെയും കർഷകരുടെയും നടീൽ വസ്തുക്കളുടെ വിൽപ്പന നടന്ന ചന്തയിൽ കാർഷിക വികസന സമിതി അംഗങ്ങൾ, കർഷകർ എന്നിവരുടെ പങ്കാളിത്തമുണ്ടായി. കൃഷി അസിസ്റ്റന്റ് അദീബ് ശങ്കർ നന്ദി പറഞ്ഞു. മാഹി എക്സൽ പബ്ലിക് സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പാനൂർ കൺട്രോൾ റൂം SI K സനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. മാഹി എക്സൽ പബ്ലിക് സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പാനൂർ കൺട്രോൾ റൂം പോലീസ് ഇൻസ്പെക്ടർ K സുനിൽകുമാർ ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങൾ, വിദ്യാർത്ഥികൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും സുഹൃത്ത് വലയങ്ങളിലൂടെയും നേരിടുന്ന വെല്ലുവിളികൾ, ലഹരിക്കെതിരെ ജാഗ്രത പുലർത്തേണ്ടതിന്റെ ആവശ്യകത എന്നിവയെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മുന്നറിയിപ്പ്, നിങ്ങൾ ആ കുഴിയിൽ വീഴാതെ നിങ്ങൾ രക്ഷപ്പെട്ട ആ കുഴിയെ കരുതെത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ആ കുഴി മറികടന്ന് നിങ്ങൾ അപ്പുറത്തേക്ക് എത്തും. അല്ലെങ്കിൽ ആ കല്ലിൽ തട്ടാതെ, ഇവിടെ കല്ലുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് കിട്ടിയതുകൊണ്ട് ആ കല്ലിൽ തട്ടാതെ നിങ്ങൾ ആ വഴിയിലൂടെ നിർബാധം സഞ്ചരിച്ചു പോകും. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യം മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതപാതയിൽ, നമ്മുടെ ജീവിതപാതയിൽ മുമ്പേ നടന്ന ഒരാളെന്ന നിലയിൽ എന്തൊക്കെ പ്രതിസന്ധികൾ, എന്തൊക്കെ അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ ഒന്ന് തുറന്നു കാട്ടുക. ബാക്കി നിങ്ങൾ തീരുമാനിക്കുക. ആ കുഴി കണ്ടു കഴിഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ച് നടക്കണോ, എനിക്കൊരു മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ട്, ഞാൻ ശ്രദ്ധിച്ച് നടക്കണോ, അല്ലെങ്കിൽ ഞാൻ ആ കുഴിയിൽ വീഴണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. നേരത്തെ പ്രിൻസിപ്പൽ പറഞ്ഞതുപോലെ മറ്റാരുമല്ല തീരുമാനിക്കണം, നിങ്ങൾ തീരുമാനിക്കണം. മറ്റെല്ലാവർക്കും നിങ്ങൾക്ക് നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ വഴി കാണിച്ചു തരാൻ മാത്രമേ പറ്റൂ. ഒടുവിലുള്ള അവസാന തീരുമാനം നിങ്ങളുടേത് മാത്രമാണ്. പ്രിൻസിപ്പൽ സതീയം കുറുപ്പ് അധ്യക്ഷത വഹിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ P സുരേശൻ, ദേവാംഗി ശശിധരൻ, അനൂഹ്യ ജിജേഷ് എന്നിവർ സംസാരിച്ചു. ചെറുവാഞ്ചേരി പാട്യം ഗോപാലൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നടന്നു. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവായ M പ്രശാന്ത് ഉദ്ഘാടനം നിർവഹിച്ചു. 2026-27 അധ്യയന വർഷത്തെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് M പ്രശാന്ത് നിർവഹിച്ചു. വിദ്യാർത്ഥികളിൽ ശാസ്ത്രീയ മനോഭാവവും സൃഷ്ടിപരമായ കഴിവുകളും വളർത്തുന്നതിൽ ഇത്തരം ക്ലബ്ബ് പ്രവർത്തനങ്ങൾ നിർണായകമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സ്കൂൾ പ്രധാനാധ്യാപകൻ J ജിതേഷ് അധ്യക്ഷത വഹിച്ചു. KP അബ്ദുള്ള, P ബിന്ദു, KK ഷഫീർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. വിദ്യാരംഗം കലാസാഹിത്യവേദി, ഗണിത ക്ലബ്ബ്, സയൻസ് ക്ലബ്ബ്, സോഷ്യൽ സയൻസ് ക്ലബ്ബ്, IT ക്ലബ്ബ്, പ്രവൃത്തി പരിചയ ക്ലബ്ബ് എന്നിവയുടെ പ്രവർത്തനങ്ങൾ ചടങ്ങിനോടനുബന്ധിച്ച് ആരംഭിച്ചു. വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ വൈവിധ്യമാർന്ന പരിപാടികൾ അവതരിപ്പിച്ചു. സയൻസ് ക്ലബിന്റെ ഭാഗമായി ശാസ്ത്രീയ പരീക്ഷണങ്ങളും പ്രദർശനങ്ങളും സംഘടിപ്പിച്ചു. ക്ലബ്ബ് പ്രവർത്തനങ്ങൾക്ക് KM ഷൈന, G സുഗിഷ, VP ആയിഷ എന്നിവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ക്ലബ്ബുകളുടെ പ്രവർത്തനം ഈ അധ്യയന വർഷം സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നു. ആട്ടത്തിന്റെ സ്പീഡ് കൂടി ഇപ്പൊ പണ്ടേ പോലെ
മേലോട്ടെത്തുമ്പോൾ ചെയ്യുന്നത് മേലോട്ടെത്തിയാലല്ല സ്പീഡ് കൂടിയത്. ചരടിന്റെ നീളം പറഞ്ഞപ്പോഴാണ് സ്പീഡ് കൂടിയത്. ചരടിന്റെ നീളം പറഞ്ഞപ്പോൾ ഇതിന്റെ ആവൃത്തി കൂടി. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ഇപ്പൊ നീളവും ആവൃത്തിയും തമ്മിൽ ബന്ധമുണ്ട്. നമ്മുടെ പുരുഷന്മാരുടെ ശബ്ദവും സ്ത്രീകളുടെ ശബ്ദവും ഇതുവരെ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ആരോഗ്യ പ്രശ്നങ്ങൾ എപ്പോൾ വേണമെങ്കിലും വരാം. പക്ഷെ ഇനി വിഷമിക്കേണ്ടതില്ല. ആതുര സേവന രംഗത്ത് തലശ്ശേരിയിൽ പുത്തൻ സംവിധാനങ്ങളുമായി മോസ് കെയർ സ്പെഷ്യാലിറ്റി ഡയഗ്നോസ്റ്റിക്സ്. വിദഗ്ധരുടെ നേതൃത്വത്തിൽ അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള കൃത്യതയാർന്ന ഫലം നൽകുന്ന ലാബ് ഫെസിലിറ്റി, എക്സ്റേ ഫെസിലിറ്റി, കൂടാതെ മെഡിക്കൽ സ്റ്റോർ, ഹോം കെയർ സർവീസും മാത്രമല്ല പ്രശസ്ത ഡോക്ടർമാരുടെ സേവനവും. ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ 9395500400 049029920067. ഇനി തലശ്ശേരിയുടെ ആരോഗ്യ സംരക്ഷണം ഞങ്ങളിൽ ഭദ്രം. മോസ് കെയർ സ്പെഷ്യാലിറ്റി ഡയഗ്നോസ്റ്റിക്സ് നിയർ ചിറക്കര HSS തലശ്ശേരി. ഫോൺ 049029920067 9395500400. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. വ്യാപാരി വ്യവസായി സമിതി പിണറായി ഏരിയ സമ്മേളനം ജൂലൈ 5 പാറപ്പുറത്ത് നടക്കും. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന സമ്മേളനം സംസ്ഥാന ട്രഷറർ വി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള വ്യാപാരി വ്യവസായി സമിതി 12ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് പിണറായി ഏരിയ സമ്മേളനം നടക്കുന്നത്. ഏരിയയിലെ 14 യൂണിറ്റ് സമ്മേളനങ്ങളും പൂർത്തിയായ ശേഷമാണ് ജൂലൈ 5 പാറപ്പുറത്ത് ഏരിയ സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച വൈകിട്ട് മേലൂർ കടവ് കേന്ദ്രീകരിച്ച് വിളംബര ജാഥ, ബൈക്ക് റാലി, ഷൂട്ടൌട്ട് മത്സരം എന്നിവ നടക്കും. പാറപ്പുറത്ത് വി കരുണൻ മാസ്റ്റർ സ്മാരക മന്ദിരത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ പരപ്പുറത്ത് ബാലൻ നഗറിലാണ് സമ്മേളനം നടക്കുക. 12ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള യൂണിറ്റ് സമ്മേളനങ്ങൾ ജൂൺ മാസത്തോട് പൂർത്തീകരിച്ച് ജൂലൈ, ആഗസ്റ്റ് മാസം ഏരിയ സമ്മേളനവും
ഒക്ടോബർ 3-4 തീയതികളിൽ കണ്ണൂർ ജില്ലാ സമ്മേളനം തലശ്ശേരിയിൽ വെച്ചും നടത്താൻ വേണ്ടി സംഘടന തീരുമാനിച്ചിട്ടുണ്ട്. പിണറായി ഏരിയയിലെ 14 യൂണിറ്റ് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടാണ് ഏരിയ സമ്മേളനത്തിലേക്ക് കടക്കുന്നത്. ഏരിയ സമ്മേളനം ജൂലൈ 5 തീയതി പാറപ്പുറത്ത് വെച്ച് നടത്താൻ വേണ്ടിയിട്ടാണ് സംഘടന തീരുമാനിച്ചത്. പാറപ്പുറത്ത് വെച്ച് നടക്കുന്ന സമ്മേളനം സമിതിയുടെ സംസ്ഥാന ട്രഷറർ വി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്യും. രാവിലെ 9 മണിക്ക് രജിസ്ട്രേഷനും 10 മണിക്ക് പതാക ഉയർത്തലും അതിനുശേഷം ഉദ്ഘാടനവും ഇന്നലെയാണ് സംഘടന സമ്മേളനങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. തിരഞ്ഞെടുക്കപ്പെട്ട 170 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന സമ്മേളനം സംസ്ഥാന ട്രഷറർ വി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പിണറായി പാറപ്പുറത്ത് വെച്ച് നടത്തണമെന്ന് അതിന്റെ സംഘടന തീരുമാനിച്ചപ്പോൾ അത് നല്ല രീതിയിലേക്ക് സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഘാടന സമിതി രൂപീകരണ യോഗം നമ്മൾ വിളിച്ചു ചേർക്കുകയും ആ സംഘാടന സമിതിയുടെ നേതൃത്വത്തിൽ ഈ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഏരിയ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ഈ സമ്മേളനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യാപാര മേഖലക്കകത്തുള്ള ട്രെയിൻ സമ്മേളനം മാത്രമായിട്ടല്ല ഇതിനെ ചുരുക്കിക്കാണുന്നു. അതിനപ്പുറത്ത് എല്ലാ തലങ്ങളിലേക്കും ഇടപെടാൻ കഴിയുന്ന രീതിയിലേക്കുള്ള നമ്മുടെ സമൂഹത്തിനകത്തുള്ള സാമൂഹ്യ പ്രതിബദ്ധത പുലർത്തുന്ന സമ്മേളനം എന്ന രൂപത്തിലേക്ക് ഇതിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നാം ആലോചിച്ചത്. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ കെ പ്രസാദ്, കൺവീനർ വി സുഗതൻ, ഏരിയ പ്രസിഡന്റ് കെ വി മോഹനൻ, ഇ സജിത്, കെ കെ മനോഹരൻ, എ പ്രശാന്തൻ എന്നിവർ പങ്കെടുത്തു. എരഞ്ഞോളി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. അനുമോദന സദസ്സ് കാരായി രാജൻ MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ MLAക്ക് സ്വീകരണവും നൽകി. തലശ്ശേരി MLA കാരായി രാജൻ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും കേരളം തന്നെയാണ് മുന്നിലെത്തുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനെയെല്ലാം ആണെങ്കിലും ഈ വിദ്യാഭ്യാസ മുന്നേറ്റത്തിൻ്റെ അഭിമാനകരമായ നേട്ടങ്ങൾ നാം കൈവരിച്ചപ്പോഴും ചില പ്രധാനപ്പെട്ട പരിമിതികളും ഈ രംഗം ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്ന്, ഇപ്പോൾ SSLCക്ക് മുഴുവൻ വിഷയങ്ങളിലും A+ നേടുന്ന വിദ്യാർത്ഥിക്ക് +2-ന് ഏറ്റവും നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് തുടർന്ന് അങ്ങോട്ടും ഇതുപോലുള്ള മികവ് പ്രകടിപ്പിക്കാൻ ചിലപ്പോൾ സാധിക്കാതെ വരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നല്ലൊരു ശതമാനം കുട്ടികളും ബിരുദവും ബിരുദാനന്തര ബിരുദവും മറ്റ് പ്രൊഫഷണൽ ബിരുദവുമൊക്കെ നേടിയെടുക്കുമ്പോഴും ചില മേഖലകളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ പിന്തള്ളപ്പെട്ടു പോകുന്നു. മറ്റു കുട്ടികളുമായി, മറ്റ് സംസ്ഥാനങ്ങളിലെ കുട്ടികളുമായി മത്സരിക്കാനുള്ള ഒരു ശേഷി വേണ്ടത്ര ഇല്ലാതെ പോകുന്നു എന്ന പരിമിതി കേരളത്തിലെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ, വിദഗ്ധന്മാർ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ചില തൊഴിൽ അഭിമുഖങ്ങളിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രൊഫഷണലായിട്ടുള്ള അഭിമുഖങ്ങളിൽ നമ്മുടെ കുട്ടികൾ ആത്മവിശ്വാസം ചോർന്നുപോയി പിന്തള്ളപ്പെട്ടു പോകുന്നു എന്ന പോരായ്മ നാം ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് ഈ കാണുന്ന മാർക്കുകൾ സ്കോർ ചെയ്യുന്നതിനപ്പുറം നമ്മുടെ തലമുറക്ക്, കുട്ടികൾക്ക് എല്ലാ മേഖലയിലും ആത്മവിശ്വാസത്തോടെ നല്ല കോൺഫിഡൻ്റായി മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി കൂടി നാം വളർത്തിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകത ഉയർന്നു വരുന്നുണ്ട്. പല തൊഴിൽ പരീക്ഷകളിൽ, തൊഴിലഭിമുഖങ്ങളിൽ ചിലപ്പോൾ നാം അവിടെ പതറിപ്പോകുന്നു എന്ന് കാണുകയാണ്.
തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MP ശ്രീഷ, എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C സഫീറ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ K ജനാർദ്ദനൻ, കണ്ഠ്യൻ ഷീബ, M രാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P വിജു, എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് അംഗം K സുഗതൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷ AK രമ്യ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ A രമേശ് ബാബു, PK മിഥുൻ, സുശീൽ ചന്ദ്രോത്ത്, CK ഷഫീർ എന്നിവർ സംസാരിച്ചു. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാട്യത്ത് പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി TK ജസിൻ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി MP സാരഞ്ജൻ നന്ദിയും പറഞ്ഞു. പിണറായി വെസ്റ്റ് സി മാധവൻ സ്മാരക വായനശാലയുടെ വനിതാ വേദിയുടെ നേതൃത്വത്തിൽ അമ്മമാർക്കായി പുസ്തക ചർച്ചയും പേരന്റൈൻ ക്ലാസും സംഘടിപ്പിച്ചു. നിരവധി ആളുകൾ പങ്കെടുത്തു. മമ്പറം ഇന്ദിരാഗാന്ധി പബ്ലിക് സ്കൂൾ അധ്യാപികയും മികച്ച വായനക്കാരിയുമായ കാഞ്ചന ക്ലാസ് എടുത്തു. ഇച്ഛാശക്തിയോടെ ഒഴുക്കി എത്തിയ തന്നെയായിരിക്കും എല്ലാവരും. അപ്പൊ നമ്മൾ എന്താ ഈ മക്കളെ ഒന്ന് റെഡിയാക്കുന്ന കാര്യത്തിലും അസാമാന്യമായ ക്ഷമ നമ്മൾ കൈവരിക്കുക. ദേഷ്യപ്പെട്ടിട്ട് ഒന്നാമത്തെ ദിവസം ചിലപ്പോ കുത്തിക്കീറുന്ന വാക്കുകൾ പറയും. ചിലപ്പോ നമ്മളെ മനസ്സിനെ കീറി കുറിക്കുന്നതായിരിക്കും കുട്ടികൾ പറയാം. മുതിർന്നു കഴിഞ്ഞ കുട്ടികളൊക്കെ സംസാരിക്കുന്നത് നമ്മള് പാരന്റ്സ് മീറ്റിങ്ങിനൊക്കെ വരുമ്പോ ഒരു 30-35 പാരന്റ്സ് 40 പാരന്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ 35 ആളും കുറെ പറഞ്ഞ് ആദ്യമൊക്കെ വലിയ ഇതിലാ വരിക. പിന്നെ പറഞ്ഞ് കരഞ്ഞിട്ടാ പോവാ. വനിതാവേദി കൺവീനർ ഷൈനാസ് അനിൽ സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് സിന്ധു സുന്ദർ അധ്യക്ഷത വഹിച്ചു. VK രേഖ നന്ദി പറഞ്ഞു. പെരിങ്ങാടി ശ്രീ മാങ്ങോട്ടുംകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ശിവക്ഷേത്ര ചുറ്റമ്പലത്തിന്റെ കട്ടിളവെപ്പ് കർമ്മം നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. പെരിങ്ങാടി ശ്രീ മാങ്ങോട്ടുംകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ശിവക്ഷേത്ര ചുറ്റമ്പലത്തിന്റെ കട്ടിളവെപ്പ് വ്യാഴാഴ്ച രാവിലെ നടന്നു. രാവിലെ 8:15-നും 9:15-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ കല്ലാശാരി പ്രതീഷ് കുമാറിന്റെയും ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിൽ ക്ഷേത്രശില്പി ശബരിമല മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ K ജയരാമൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നിർവഹിച്ചു. ചുറ്റമ്പലത്തറയുടെ പ്രവൃത്തി പുരോഗമിക്കുകയാണ്. ക്ഷേത്രം പ്രസിഡന്റ് OV സുഭാഷ്, ഷാജി കൊള്ളുമൽ, CH പ്രഭാകരൻ, അനിൽ ബാബു, മഹേഷ്, YM സജിത തുടങ്ങിയവർ നേതൃത്വം നൽകി. ആവുന്നത്ര മനസ്സാ വാച കർമ്മണ ഈ ഒരു സംരംഭത്തില് കാലം നമ്മളുടെ മുന്നിൽ കൊണ്ടു തന്നിട്ടുള്ള ഈ ഒരു സംരംഭത്തില് നമ്മൾ പങ്കാളികളാവുക. ഇനി നമുക്ക് തീർക്കാനുള്ളത് ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം പലതരത്തില് ക്ഷേത്ര സങ്കല്പങ്ങൾ വരാറുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് ശൈലീ ദാരുമയീ ലൗഹീ ലേപ്യാ ലേഖ്യാജ സൈകതീ മണിമയീ മനോമയീ പ്രതിമ അഷ്ടാംഗീരിത, ഏറ്റവും സിമ്പിളായിട്ടുള്ള സങ്കല്പം എന്ന് പറയുന്നതാണ് മനസ്സിൽ സങ്കല്പിക്കുക എന്നുള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പരിയാരത്ത് 11 വയസ്സുകാരിയെ നിരന്തരം പീഡിപ്പിച്ച റിട്ടയർഡ് SI പോക്സോ കേസിൽ അറസ്റ്റിൽ. പിടിയിലായത് പയ്യാരം കാപ്പുങ്ങലിലെ ഗോപിനാഥൻ. ചമ്പാട് അരിയാക്കോലിൽ കോഴി വളർത്തൽ കേന്ദ്രത്തിൽ തെരുവുനായ ആക്രമം. 100ഓളം നാടൻ കോഴികളെ കൊന്നു. 1.5 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം. നിർമ്മാണത്തിലിരിക്കുന്ന വീടുകൾ, സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഇലക്ട്രിക്കൽ വയർ ഉൾപ്പെടെ മോഷ്ടിക്കുന്ന സംഘം സജീവമാകുന്നു. ന്യൂമാഹി പാലത്തിന് സമീപം 3 കവർച്ച. UDF-ന് വോട്ട് ചെയ്ത മഹാഭൂരിപക്ഷത്തെയും നിരാശയിലാക്കുന്നതാണ് സർക്കാരിന്റെ ആദ്യ നടപടികളെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് പറഞ്ഞു. DYFI കണ്ണൂർ ജില്ലാ സമ്മേളനം സമാപിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.